അപ്പൊ നമുക്ക് അടുത്തൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ആദ്യം പരിചയപ്പെടാം. നിരഞ്ജന, അഭിനന്ദൻ, രജിത, നീരജ, ഏതാ? അഭിഷേക്. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഒറ്റ ഫാമിലി ആണോ? അമ്മ? ഞാൻ അമ്മ, രണ്ട് കുട്ടികള്, ചേച്ചിയുടെ മക്കളാണ്. തൃശ്ശൂർ തന്നെ? ഞങ്ങള് കൈപ്പറമ്പ്. നമ്മൾ ഒരു പൂരത്തിനോട് അനുബന്ധിച്ച ഒരു 4 സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് ഞങ്ങൾ 3 എണ്ണത്തിന് ശരി ഉത്തരം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ട്. ചോദിക്കട്ടെ, ആരാണ് പൂരം തുടങ്ങിയത്? തൃശ്ശൂർ പൂരം തുടങ്ങിയത് ആരാ? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം ഗസ് ചെയ്യാം. ആർക്കറിയില്ല? ഇനി അടുത്ത ചോദ്യം, കുടമാറ്റങ്ങൾ നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? ഇത് ലാസ്റ്റ് ചോദ്യം, എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരം? എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ലേ? എത്ര ദിവസം പൂരം? 3 ദിവസം പൂരം. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്? കണക്കൂട്ടി പറയാം. 24 മണിക്കൂർ. പിന്നെ 12 ഉണ്ടാവും. ഏകദേശം കണക്കൂട്ടി പറയൂ. അമ്മ പറഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പൊ അമ്മ കണക്കൂട്ടിക്കോ. ഒന്നും കൂടി ഒന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ അടുത്തെത്തിയുണ്ട്. 36 മണിക്കൂർ കറക്റ്റ് ആയിരുന്നു. ടൈമിങ് കറക്റ്റ് ആയിരുന്നു. അതൊന്ന് കണക്കൂട്ടിയാൽ മതി. അതെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യത്തിനൊന്നും ആരും ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് സമ്മാനം കൊടുക്കാം. ഇതില് പാട്ട് അങ്ങനെ ആരും പാടും? പാട്ട് പാടും? അമ്മയും മോനും കൂടി പാടട്ടെ. അമ്മയും മോനും കൂടി നല്ലൊരു പാട്ട് പാടുന്നുണ്ട്. മൈക്ക്. നവരാത്രി പുള്ളോർക്കുടമുള്ളിൽ നീട്ടി കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞു ഉളിയിരക്കല കസവും കൊണ്ടെടുത്തു ഉഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കുന്ന പൂമണിക്കമ്മലണിഞ്ഞു ഉളിയിരക്കല കസവും കൊണ്ടെടുത്തു ഉഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചിന്നന തോക്കും ഇളനീരിൻ തീരാനിറവും എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. അടിപൊളി പറയുക. ഇതിനാണ് ടെൻഷൻ അടിച്ചാൽ കേട്ടോ. ഇത് നന്നായി പാട്ട് ടെൻഷൻ അടിക്കുന്നേ. പൂരം കാണാൻ നീയും പോലെ പേരൂർ പൂരം കാണാൻ. പൂരമെനിക്കുന്നു കാണണം കാന്ത, പൂരമെനിക്കുന്നു കാണണം കാന്ത, മന്ദളമെനിക്കുന്നു കൊട്ടണം കാന്ത. കാന്ത ഞാനും പോലെ പേരൂർ പൂരം കാണാൻ. നീയും പോലെ പേരൂർ പൂരം കാണാൻ. നമുക്ക് വന്നപ്പോ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണോ ഒരു ചാനലിൽ നന്നായി പാടി? പാട്ട് പാടിയപ്പോ കുഴപ്പമില്ല കേട്ടോ. ആ പേടി ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പാട്ട് പാടുമ്പോ അമ്മയ്ക്കാണോ പേടി ഇവനെ പേടി എന്നറിയാത്തത്. ഇവന്റെ കയ്യാ വരയ്ക്കുന്നത്. കാരണം മൈക്ക് പിടിക്കുന്ന കൈ വരച്ചിട്ടുണ്ട്. പേടിക്കുന്ന ആവശ്യമില്ല. ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പൊ എങ്ങനെയാ? അപ്പൊ നമ്മൾ അടുത്ത ടീമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. എന്ത് ചെയ്യുന്നു? തൃശ്ശൂർക്കാരനല്ലേ? നമ്മൾ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതിന് 3 എണ്ണത്തിന് ചരിത്രം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഉണ്ട്. ഓക്കെ അല്ലേ? ചോദിക്കല്ലേ? ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? ഫസ്റ്റ് ചോദ്യം, തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? നെക്സ്റ്റ് ചോദ്യം, കുടമാറ്റം നടക്കുന്ന ഏതൊക്കെ ടീമുകളാണ്? 2 ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്, 1 തെറ്റിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഉണ്ട്, ഒരു ഉത്തരം. അത് കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട്. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരം? ഒന്ന് ആലോചിച്ച് കണക്കൂട്ടി പറഞ്ഞാൽ മതി. എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശ്ശൂർ പൂരം? 48
ഏതാ? 48. അല്ല. ഏതാ? 24 അല്ല. അതല്ല. ഒരു ദിവസത്തിൽ തന്നെ 24 മണിക്കൂറുണ്ട്. 36. 36 മണിക്കൂർ എങ്ങനെ 36 കിട്ടി? ഗസ് അടിച്ചാണോ അതോ അല്ല 24 അങ്ങനെ? ഒരു ദിവസം ഫുള്ളും ഒരു പകുതി കാരണം മറ്റന്നാൾ രാവിലെ തുടങ്ങിയിട്ട് വരുന്നത് ടൈമിങ് വരുന്നത്. അപ്പൊ ഉത്തരം ശരിയാണ്. 3 ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമ്മാനം ഉണ്ട്. നമുക്ക് ഈ സമ്മാനം ഉണ്ട്. അപ്പൊ നമ്മുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസ് രംഗത്ത് ജനപ്രിയം നേടിയ ബ്ലൂബെറീസ് എന്നുള്ള സ്ഥാപനം നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സമ്മാനം എടുക്കാം. അപ്പൊ എങ്ങനെയാ? അപ്പൊ നമുക്ക് അടുത്തൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. എത്ര പേര്? നമ്മളിപ്പോ പൂരത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള 4 ചോദ്യങ്ങൾ ചോദിക്കും. അതില് 3 എണ്ണത്തിന് ഉത്തരം നൽകണം. അപ്പൊ നമ്മൾ സമ്മാനം തരും. ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? കൺഫോമാണോ? ആണെന്ന് തോന്നുന്നു. ഉറപ്പില്ലല്ലേ? ഉറപ്പില്ല. കൺഫോമാണ്. കൺഫേമാണ്. ഓക്കെ. ആണോന്നൊക്കെ നമ്മള് ശക്തിക്ക് ഇറങ്ങണ വഴിക്ക് ഒരു പ്രതിമ ഉണ്ടോ? ആരുടെയാ? തൃശ്ശൂർക്കാരാണെങ്കിലും തൃശ്ശൂരായിട്ട് അതാണ് പ്രശ്നം. ദൂരൊന്നുമില്ല. ശക്തി നമ്പരാൻ അറിയണമെങ്കിൽ ഈ ഏരിയക്കാരാവണമെന്നില്ലല്ലോ. ഏത് വർഷത്തിലാണ് ഫസ്റ്റ് പൂരം തുടങ്ങിയത്? ഗസ് ചെയ്യണോ? 1817, 1817, 1967, 1996. 1917, 1967, 1996. 1917, 1612, 1796. 1796. ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇത്രയും ഈ ഇടയായിട്ട് മറ്റേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പണ്ടത്തെ പൂരത്തിന്റെ വീഡിയോസും ഡേറ്റും വെച്ചിട്ട് അപ്പൊ ഒരെണ്ണം തെറ്റി, ഒരെണ്ണം ശരിയായിട്ടുണ്ട്. അടുത്ത ചോദ്യം, കുടമാറ്റം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? ഫർമക്കാവും തിരുവമ്പാടി. കൺഫോമാണ്. ഇനി അടുത്ത ചോദ്യം, വിളംബരം നടത്തുന്നത് ഏത് ക്ഷേത്രമാണ്? നാളെയാണ് വിളംബരം. അത് നടത്തുന്നത് ഏത് ക്ഷേത്രമാണ്? എല്ലാവർക്കും ഉത്തരം പറയാട്ടോ. ഏതാ 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 ഒന്നുകൂടി അല്ല അല്ല പറഞ്ഞിട്ടൊന്ന് പറഞ്ഞാൽ മതി. തിരുവമ്പാടിയാണ്. അല്ല, ആ വീഡിയോ നമുക്ക് രാമൻ തിടമ്പേറ്റ് വരുമ്പോ ഇന്ന ഭഗവതിയുടെ തിടമ്പുമായിട്ട് റോഡ് സൈഡില് ആ സൈഡില് പറയൂ. പോരണ പോരണ ചേട്ടൻ മാത്രം ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്നുണ്ട് ചേട്ടാ. ഇത്രയും പറഞ്ഞിട്ടുണ്ട്. എന്നോട് അറിയാൻ എനിക്കത്, പക്ഷെ അതിന്റെ പെട്ടെന്ന് കൺഫ്യൂഷനായി. എന്നാണ് അമ്പലത്തിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതില് വെട്ടുപുള്ളി വള്ളിയോ ദുർഗോ എന്താ നിൽക്കുക? തൃശ്ശൂർ ആ വിമല കോളേജത്തെ എല്ലാ പിള്ളേർക്ക് അയച്ചു കൊടുക്കണം. അല്ല ഇവിടെ അതെ, 4 സ്റ്റാർട്ട് ചെയ്യുന്നു. അമ്മയുടെ തിടമ്പുമായി 5 അക്ഷരേ വരുന്നുള്ളൂ. ഉണ്ട്. നെയ്തിലക്കാവ്. നെയ്തിൽ. ശരി. അപ്പൊ എങ്ങനെയാ? എന്തേ നമുക്ക് പോരോ? ഞങ്ങള് വൈകുന്നേരം കുഴപ്പമില്ല, നിങ്ങൾ 2 ദിവസം കണ്ട് അപ്ലോഡ് ചെയ്യുള്ളൂ.
ഹായ്. അപ്പൊ നമുക്ക് ഒരു അടുത്ത ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പരിചയപ്പെടാം. പേര്? കൃഷ്ണ ഗായത്രി. അക്ഷയ. എന്ത് ചെയ്യുന്നു? സെന്റ് തോമസ് കോളേജിൽ പഠിക്കാൻ. രണ്ടുപേരും തൃശ്ശൂരാണോ? ഞാൻ തൃശ്ശൂർ. കുറച്ച് പേര് നമ്മള് തൃശ്ശൂർ പൂരത്തിനോട്. ഹായ്. അപ്പൊ നമുക്കൊരു ടീമിനോടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പരിചയപ്പെടാം. കൃഷ്ണ ഗായത്രി. അക്ഷയ. തൃശ്ശൂരല്ലേ? ഞാൻ തൃശ്ശൂർ. പാലക്കാട്. എവിടെ പഠിക്കുന്നത്? സെന്റ് തോമസ്. സെന്റ് തോമസിൽ. നമ്മൾ ഈ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിഞ്ഞാൽ ഒരു സമ്മാനം ഉണ്ട്. ചോദിക്കില്ലേ? ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? ശക്തന്തപുരം. അടുത്ത ചോദ്യം. തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? അറിയില്ല. പിന്നെ അടുത്ത ചോദ്യം. ഏതൊക്കെ ടീമുകൾ തമ്മിലാണ് കുടമാറ്റം നടക്കുന്നത്? പറഞ്ഞേക്കാവും. പ്രകടനം പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ പാലക്കാട്ടേരിയെന്ന് സ്കിപ്പായി. എനിക്കറിയില്ല, ഞാൻ പാലക്കാട്ടേരിയെന്ന് പറഞ്ഞു. പറഞ്ഞേക്കാവും. പിന്നെ ഏതൊക്കെ ടീമുകളുള്ളത്? അറിയില്ല. ഗസ് ചെയ്യണോ? ഗസ് ചെയ്യോ? ചുറ്റെടുത്തുള്ള അമ്പലം തന്നെയാണ്. ആ, ചുറ്റെടുത്തുള്ള അമ്പലം തന്നെയാണ്. പാറമേക്കാവും തിരുവമ്പാടി. രണ്ടു ഉത്തരം തെറ്റി. അപ്പൊ ശരി. അപ്പൊ നമുക്കിന്ന് കുറച്ച് ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചേട്ടന്മാരെ പരിചയപ്പെടാം. ചേട്ടന്റെ പേര്? എന്താ? ചേട്ടന്റെ പേര്? ജഗദീശൻ. സോനു. ഇവിടെ തന്നെ തൃശ്ശൂരാണ്. നമ്മൾ ഈ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യം. ആ 4 ചോദ്യത്തിന് 3 എണ്ണത്തിന് കറക്റ്റ് ഉത്തരം നൽകി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട്. ചോദിക്കില്ലേ? ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? ഫസ്റ്റ് ചോദ്യം. സെക്കൻഡ് ചോദ്യം. കുടമാറ്റം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? രണ്ടാമത്തെ ചോദ്യം. പൂരോളമ്പരം അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? പൂരോളമ്പരം അറിയിക്കുന്ന ക്ഷേത്രം ഏതാണ്? ശരിയാണ്. 3 ചോദ്യം. ഇനി ലാസ്റ്റ് ചോദ്യം. ഒരു ചോദ്യം ചോദിക്കാം. 3 ശരിയാക്കിണ്ട്. ഒരെണ്ണോട് ചോദിക്കാം. എത്ര മണിക്കൂർ നിന്ന് നിൽക്കുന്നതാണ് തൃശ്ശൂർ പൂരം? 36 മണിക്കൂർ. 4 ശരിയാക്കി. സാറ് ഇതിന് 4 ശരിയാക്കി. ആദ്യമായിട്ടാണ് നമ്മൾ 4 ശരിയാക്കാൻ ആൾക്കാർ. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസ് രംഗത്ത് ജനപ്രീതി നേടിയ കേരളത്തിലെ ബ്ലൂബെറീസ് എന്ന സ്ഥാപനമാണ് നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബോക്സ് മാത്രല്ല തന്നത്. അതില് സാധനം മുകളിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാ? ഹായ്. അപ്പൊ നമുക്ക് 2 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പരിചയപ്പെടാം. ചേട്ടന്റെ പേര്? ജോർജ് ജെ. എന്ത് ചെയ്യുന്നേ? നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 3 എണ്ണത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട്. തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം? രണ്ടാമത്തെ ചോദ്യം. ആരാണ് തുടങ്ങിയത്? കറക്റ്റ്. കുടമാറ്റം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? പാറമേക്കാവും തിരുവമ്പാടി. കറക്റ്റ്. വിളംബരം അറിയിക്കുന്ന ക്ഷേത്രം ഏതാണ്? അല്ല, അത് ആലോചിച്ചു. ശാസ്ത്രമാണോ ഇവരൊക്കെ സംശയമുണ്ട്. ഞാൻ ആലോചിച്ചു. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസ് രംഗത്ത് ജനപ്രീതി നേടിയ കേരളത്തിലെ സ്വന്തം സ്ഥാപനമായ ബ്ലൂബെറീസ് ആണ് നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ, താങ്ക് യു. ശരി. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു ടീമിനോട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പരിചയപ്പെടാം. പേര്? എന്താ ചെയ്യുന്നേ? എവിടെ പഠിക്കുന്നേ? നമുക്കിപ്പോ തൃശ്ശൂർ പൂരത്തിനോട് ബന്ധപ്പെട്ടൊരു 4 ചോദ്യങ്ങൾ ചോദിക്കും.
അതിൽ 3 ചരിത്രം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. ഫസ്റ്റ് ചോദ്യം, ആരാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്? ഉറപ്പാണോ? ഉറപ്പല്ലേ? ഒരു കോൺഫിഡൻസ് ഇല്ലോ? ശരിയാണ്. തൃശ്ശൂർ പൂരം തുടങ്ങിയ വർഷം അറിയില്ല? 3ാമത്തെ ചോദ്യം, കുടമാറ്റം നടക്കുന്നത് ഏതൊക്കെ ടീമുകൾ തമ്മിലാണ്? പാറമേക്കാവ്, തിരുവമ്പാടി. അതേപോലെ തന്നെ വിളംബരം അറിയിക്കുന്ന ക്ഷേത്രം? തിരുവമ്പാടി. ആ അമ്മയുടെ തിടമ്പ് മേറ്റിട്ടാണ് വരുന്നത് എന്നുകൊണ്ടാണ് വീഡിയോ വൈറലാവുക. അതേതമ്മ? ഉറപ്പിക്കൂ? കൺഫേം ആണോ? ശരിയാണ്, ആലോചിച്ച് പിടിച്ചെടുത്തു. നമുക്കൊരു സമ്മാനമുണ്ട്. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഹോം അപ്ലയൻസ് രംഗത്ത് ജനപ്രീതി നേടിയ ബ്ലൂബെറീസ് എന്ന സ്ഥാപനമാണ് നമുക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സമ്മാനം എടുക്കല്ലേ? അപ്പൊ എങ്ങനെയാ?